ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു പുതിയ മാസത്തിൻ്റെ പുത്തൻ കാൽവെപ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മാർച്ച് 1 മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ശ്രവിക്കുക. യേശുവിൻ്റെ പക്കലേക്ക് ഇതാ ശിശുക്കളെ കൊണ്ടുവരുന്നു, ഒന്ന് തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അടുത്തു വരുന്നവരേക്ക് അകറ്റി നിർത്തുന്ന ചിലരെ അവിടെ കണ്ടുമുട്ടുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഈശോയുടെ ശിഷ്യന്മാർ തന്നെയാണ്. അടുത്തു വരുന്നവരും അകറ്റി നിർത്തുന്നവരും പലപ്പോഴേക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒന്ന് തന്നെയാണ്. അടുത്തു വരുന്നവരെ അകറ്റി നിർത്തുന്ന ഒരു പ്രവണത. ചില നിമിഷങ്ങളിൽ, ചില നേരങ്ങളിൽ ഒരുപക്ഷെ മനസ്സ് ശാന്തമായത് കൊണ്ടാകാം, ചിലപ്പോൾ നല്ലൊരു മൂഡ് തോന്നാത്തത് കൊണ്ടാകാം, നമ്മളൊക്കെ ചില വ്യക്തികളോട് ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ വളരെ മോശമായി തന്നെ പെരുമാറിപ്പോവുക. ഓർക്കണം, നിന്റെ മൂഡനുസരിച്ച് നീ മറ്റുള്ളവരെ നിന്നിൽ നിന്ന് മാറ്റിക്കളയുന്നുണ്ടോ? അങ്ങനെയുള്ള പ്രവണത എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക. ഓരോ വ്യക്തികളും എൻ്റെ ഇഷ്ടങ്ങളും അഭീഷ്ടങ്ങളും അനുസരിച്ചാണ് പെരുമാറിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രപഞ്ചം ഇതേപോലെ നിലനിൽക്കുക ഇല്ലായിരുന്നു. ചിലപ്പോഴൊക്കെ നിന്റെ ഇഷ്ടങ്ങളും അഭീഷ്ടങ്ങളുമൊക്കെ മറ്റുള്ളവന് വേണ്ടി ഒന്ന് മാറ്റേണ്ടതായിട്ട് വരും. ഞാൻ ജോലി ചെയ്ത് തളർന്ന് അവശനായിരിക്കുമ്പോഴും എൻ്റെ അടുത്തേക്ക് വരുന്നവനെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, അവൻ്റെ കൂടെ ഇരിക്കുവാൻ, അവനെ ഒന്ന് ശ്രവിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്രയേറെ മാറിയേനെ നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും ഈ ലോകവും തന്നെ. പലപ്പോഴും നമുക്കൊന്നും സമയമില്ലെന്നേ നമ്മളൊക്കെ പറയാറുള്ള വാക്കാണ് ഐ ആം ടു ബിസി. ഞാൻ ഇന്ന് വളരെ തിരക്കിലാണ്. സമയം ദൈവം നമുക്കെല്ലാവർക്കും 24 മണിക്കൂറാണ് നൽകിയിരിക്കുന്നതെങ്കിലും ആ 24 മണിക്കൂറിലുള്ള ഒത്തിരിയേറെ നന്മകൾ ചെയ്യുന്ന, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയ നന്മയുള്ള സമൂഹത്തിൻ്റെ ഭാഗമാണ് ഈ ജ്ഞാനം. മറ്റുള്ളവർക്കൊക്കെ ഉള്ള സമയം കൊണ്ട് കുറേ നന്മകളും കുറേ നല്ല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ചിന്തിക്കേണ്ട സഹോദര സഹോദരി, എന്തുകൊണ്ട് എനിക്ക് അതിൽ കഴിയുന്നില്ല എന്ന്. അടുത്ത് വരുന്നവരേക്ക് അകറ്റി നിർത്താതെ ഒന്ന് ചേർത്ത് നിർത്തുവാൻ നമുക്കും സാധിക്കട്ടെ. ഈശോ തൻ്റെ ഇന്നത്തെ ഈ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. കടന്നു പോകുന്ന വ്യക്തികളെയൊക്കെ നിനക്കൊന്ന് അനുഗ്രഹിക്കാനാകട്ടെ. നിന്റെ ജീവിതത്തിലൂടെ കടന്നു വരുന്ന ഓരോരുത്തരെയും ഒന്ന് ചേർത്ത് നിർത്തുവാൻ, ഒന്ന് അനുഗ്രഹിക്കുവാൻ, ഒരു സന്തോഷവാക്ക് പറയുവാൻ, ഒന്നല്പം ശ്രവിക്കുവാൻ നിനക്കും എനിക്കും കഴിഞ്ഞാൽ അതായിരിക്കും മറ്റു മനുഷ്യർക്ക് നമുക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. ഈ ഒരു സമ്മാനം നമുക്ക് ഈ ഒരു ദിനമെങ്കിലും അവരന് കൊടുക്കുവാനായിട്ട് കഴിയട്ടെ. അതിനുവേണ്ടി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.